നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല. ജീവിതാവസാനം വരെ പോരാടുമെന്ന് കെ ബി ഗണേഷ് കുമാർ. പത്തനാപുരം പുതുവലിൽ റിട്ടയർഡ് KSEB ഉദ്യോഗസ്ഥനെ കിടപ്പുമുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചില പ്രാദേശിക ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ചാലിയക്കര ഭൂസമരം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി വാർഡ് മെമ്പർ. സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്നും അഴിമതിക്കെതിരെ ജീവിത അവസാനം വരെ പോരാടുമെന്നും പത്തനാപുരം MLA കെ ബി ഗണേഷ് കുമാർ. മാലൂർ ഗവൺമെന്റ് LPSലെ സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കെതിരെ മന്ത്രിയായിരിക്കുമ്പോഴും MLA ആയി തുടരുമ്പോഴും പോരാട്ടം തുടരുമെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയാൽ സർക്കാർ സ്കൂളുകളിൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനും കുട്ടികളുടെ കുറവ് നികത്താനും സാധിക്കുമെന്നും MLA കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. മാലൂർ മീനം ഗവൺമെന്റ് LPSന് MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 9,33,333 രൂപയ്ക്ക് വാങ്ങിയ സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാറാതെ ഒരു പേജ് ഏതൊരു വിഷയത്തെക്കുറിച്ച്, വീട്ടിലെ അമ്മയെക്കുറിച്ചാവട്ടെ, അച്ഛനെക്കുറിച്ചാവട്ടെ, നിങ്ങളുടെ വീടിനെ കുറിച്ചാവട്ടെ, സ്കൂളിനെ കുറിച്ചാവട്ടെ, കടന്നു വരുന്ന റോഡിനെ കുറിച്ചാവട്ടെ, ഈ സ്കൂൾ ബസിനെ കുറിച്ചാകട്ടെ, തെറ്റുകൂടാതെ മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മുടെ മക്കൾ ഒരു പേര് പാരഗ്രാഫ് തിരിച്ച് കുത്തും കോമയും ഇട്ട് തെറ്റുകൂടാതെ ഗ്രാമർ തെറ്റാതെ എഴുതി കാണിക്കണം. അത് പഠിപ്പിച്ചാൽ മതി. കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും പച്ചവെള്ളം പോലെ. PTA പ്രസിഡന്റ് G ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ ബിവി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R രഞ്ജു, വാർഡ് അംഗം രമാദേവി, സ്കൂൾ HM B സുരേഷ് കുമാർ, റിട്ടയർഡ് DYSP S വിജയകൃഷ്ണൻ, SMC മെമ്പർ KG പിള്ള, അധ്യാപിക P ഗീതാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N സുധാകരൻ നിർവഹിച്ചു. പുതുതായി വാങ്ങിയ സ്കൂൾ ബസ് കെ ബി ഗണേഷ് കുമാർ ഓടിച്ചത് കുട്ടികളിലും രക്ഷിതാക്കളിലും ആവേശമായി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. SNDP പത്തനാപുരം യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി പക്ഷം വിജയിച്ചു. പത്തനാപുരം യൂണിയൻ പ്രസിഡന്റായി ഗാന്ധിഭവൻ സെക്രട്ടറി കൂടിയായ പുനലൂർ സോമരാജൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ആകെ പോൾ ചെയ്ത 450 വോട്ടിൽ പുനലൂർ സോമരാജന് 366 വോട്ട് ലഭിച്ചു. വൈസ് പ്രസിഡന്റായി 323 വോട്ട് നേടി ആദംകോട് ഷാജിയും സെക്രട്ടറിയായി 324 വോട്ട് നേടി B ബിജുവും വിജയിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി പിറവന്തൂർ ഗോപാലകൃഷ്ണൻ 270 വോട്ട്, കുണ്ടയം D ഷാജി 253 വോട്ടുകൾ നേടി വിജയിച്ചു. G തുളസീധരൻ 270 വോട്ട്, KK ശശിധരൻ 262 വോട്ട്, CK കരുണാകരൻ 272 വോട്ട് എന്നിങ്ങനെ നേടിയാണ് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വോട്ടെണ്ണലിനു ശേഷം നടന്ന പൊതുയോഗത്തിൽ യോഗം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ അനു സി സേനൻ അധ്യക്ഷത വഹിച്ചു. റിട്ടേണിംഗ് ഓഫീസർ ചെങ്ങന്നൂർ വിജയൻ ഫലപ്രഖ്യാപനം നടത്തി. വിജയികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാനിൽ നിന്നും പുതിയ പ്രസിഡന്റ് അധികാരമേറ്റു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ തെന്മല യൂണിറ്റ് വാർഷിക സമ്മേളനം ഇടമണ്ണിൽ സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് N രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 23ാം സംസ്ഥാന സമ്മേളനം മെയ് മാസത്തിൽ പാലക്കാട് വെച്ച് സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായി യൂണിറ്റ് സമ്മേളനം നടക്കുന്നതിന്റെ ഭാഗമായാണ് തെന്മല യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചത്. ഇടമൺ UPS സ്കൂളാണ് സമ്മേളന വേദിയായത്. സമ്മേളനത്തിന് യൂണിറ്റ് പ്രസിഡന്റ് H ജമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് കമ്മിറ്റി അംഗം E ഷംസുദ്ദീൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി N രാജൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് N രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. മുതിർന്ന ആൾക്കാരെന്നുള്ളവരെ അവർക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ കാണും, മറ്റുള്ളത് കാണും. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ചെയ്യേണ്ട ജോലികൾ കുറച്ച് പേര് മാത്രമാകുമ്പോൾ കൂടുതൽ സമയം എടുക്കുകയും അതിനനുസരിച്ചുള്ള ത്യാഗം അവർ വീണ്ടും സംഘടനാ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന അനുഭവപ്പെടുന്ന പല അനുഭവങ്ങളും പല കാലഘട്ടങ്ങളായിട്ടുണ്ട്. സംസ്ഥാന കൌൺസിൽ അംഗം M ജമാലുദ്ദീൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ നായർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. D രഘുത്തമൻ നായർ, നരിക്കൽ ഫാസി, K രവീന്ദ്രൻ, N തോമാച്ചൻ, R രാമൻകുട്ടി, S ജോയിക്കുട്ടി, T കുഞ്ഞമ്മ, അഡ്വക്കേറ്റ് K രവീന്ദ്രൻ നായർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തീപിടുത്തം. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള തീപിടുത്തം പ്രദേശത്ത് പരിഭ്രാന്തി പരത്തി.
ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പുനലൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തീ പടർന്നത്. 12 മണിക്ക് കൊല്ലത്തുനിന്നും എത്തുന്ന പാസഞ്ചർ ട്രെയിൻ സ്റ്റേഷനിലേക്ക് കടന്നതിന് തൊട്ടു പിന്നാലെ നിമിഷങ്ങൾ വൈകിയിരുന്നെങ്കിൽ വൻ ദുരന്തം തന്നെ ഉണ്ടാകുമായിരുന്നു. പാളത്തോട് ചേർന്ന് കിടക്കുന്ന കാടിനാണ് തീ പടർന്നതെന്ന് നാട്ടുകാർ പറയുന്നു. നിമിഷനേരം കൊണ്ട് തീ ആളിപ്പടർന്നു. ആദ്യം തീ കണ്ടതിന് തൊട്ടു മുകളിലായി നിരവധി വീടുകളുള്ളത് പ്രദേശത്ത് പരിഭ്രാന്തി വരുത്തി. പ്രദേശവാസികൾ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പുനലൂർ യൂണിറ്റിലെ 2 ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ പൂർണ്ണമായി അണച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം പുതുവലിൽ റിട്ടയർഡ് KSEB ഉദ്യോഗസ്ഥനെ കിടപ്പുമുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുവൽ പ്രജിത് ഭവനിൽ 75-കാരനായ MS ബാബുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരാഴ്ചയായി ഭാര്യ കോട്ടയത്തുള്ള മകളുടെ വീട്ടിലായിരുന്നതിനാൽ ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസം. രാവിലെ വീട്ടിലെത്തിയ പത്ര വിതരണക്കാരനാണ് ഇദ്ദേഹത്തെ മരിച്ചു കിടക്കുന്നതായി കണ്ടത്. രക്തം തളം കെട്ടി കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. അടൂർ CI നന്ദകുമാർ, ഏനാത്ത് SI ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ലളിത ബാബുവാണ് ഭാര്യ. പ്രജാത്, മഞ്ജിത്ത് എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. യശശരീരനായ രൂപത ബിഷപ്പ് അഭിവന്ദ്യ മത്യാസ് കാപ്പിൽ അനുസ്മരണം പുനലൂരിൽ സംഘടിപ്പിച്ചു. പുനലൂർ സെന്റ് ഗ്രൈറ്റി ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. രാവിലെ 10 മണിക്ക് ദേവാലയത്തിനുള്ളിലെ ഖബറിടത്തിൽ പുഷ്പാർച്ചന നടന്നു. തുടർന്ന് പ്രത്യേകമായി സജ്ജീകരിച്ച വേദിയിൽ അനുസ്മരണ സമ്മേളനം ചേർന്നു. അനുസ്മരണ സമ്മേളനത്തിന് രൂപത അച്ചനപാല സമിതി വൈസ് പ്രസിഡന്റ് ബേബി ജി ഭാഗ്യോദയം അധ്യക്ഷത വഹിച്ചു. രൂപത വികാരി ഫാദർ വിൻസെന്റ് S. ഡിക്രൂസ് ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹം തുടർന്ന ധീരമായ ആ ചുവടുകൾ പിന്തുടരുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം അറേഞ്ച് ചെയ്തത്. അത് എല്ലാ സംഘടനകളും, ഇന്ന് ഈ രൂപതയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും അതിൽ പങ്കാളികളായി ചേർന്നുകൊണ്ട് സഭയുടെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും നന്മയ്ക്കായി അദ്ദേഹം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ശക്തി നമുക്ക് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വഴി ലഭിക്കട്ടെ എന്ന് KRLCC വൈസ് പ്രസിഡന്റ് ഷാജി ജോർജ്, സെക്രട്ടറി M. ചെറുപുഷ്പം, ജോൺസൺ ജോസഫ്, M. ജോയി വയല, ഡോക്ടർ ക്രിസ്റ്റി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പ്രതിഭാസംഗമം 2014 ക്രമക്കേട് അന്വേഷിക്കുന്നതിനായി പെർഫോമൻസ് ഓഡിറ്റിംഗ് വിഭാഗം തെളിവെടുപ്പിനെത്തി. വെൽഫെയർ പാർട്ടി നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തെളിവെടുപ്പ്. 2014 കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സംഘടിപ്പിച്ച പ്രതിഭാസംഗമത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുഭിലാഷ് കുമാർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി കാട്ടി വിജിലൻസിന് ലഭിച്ച പരാതിയെ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പെർഫോമൻസ് ഓഡിറ്റിംഗ് വിഭാഗം കുളത്തൂപ്പുഴ പഞ്ചായത്ത് ഓഫീസിലെത്തി തെളിവുകൾ ശേഖരിച്ചത്. 2014 പ്രതിഭാസംഗമത്തിന്റെ മറവിൽ സുഭിലാഷ് കുമാർ തന്റെ ഔദ്യോഗിക ലെറ്റർ പാഡ് ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചുവത്രേ. എന്നാൽ ഇവയൊന്നും കണക്കിൽ കാണിച്ചിട്ടില്ല എന്ന് കാട്ടി വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഷെഫീഖ് ചോഴിയക്കോട് കൊല്ലം വിജിലൻസ് എസ്പിക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി അടിസ്ഥാനത്തിലാണ് വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം ഓഡിറ്റിംഗ് വിഭാഗം തെളിവെടുപ്പ് നടത്തിയത്. 11 മണിയോടെ കുളത്തൂപ്പുഴ പഞ്ചായത്ത് ഓഫീസിലെത്തിയ സംഘം പരാതിക്കാരനായ ഷെഫീഖിൽ നിന്നുമാണ് ആദ്യം തെളിവുകൾ ശേഖരിച്ചത്. പിന്നീട് ഗ്രാമപഞ്ചായത്തിലെ രേഖകൾ പരിശോധിച്ചു. ആരോപണ വിധേയനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭിലാഷ് കുമാർ, പ്രതിഭാസംഗമം നടത്തിപ്പിന്റെ ചുമതലയുള്ള ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് എന്നിവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. വൈകുന്നേരത്തോടെയാണ് തെളിവെടുപ്പ് സംഘം മടങ്ങിയത്. അതേസമയം ഏതു തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ താൻ തയ്യാറാണെന്നും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുള്ളതായി സംശയിക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭിലാഷ് കുമാർ പ്രതികരിച്ചു. ഇവിടുത്തെ ഏത് സംവിധാനത്തോടും നിയമ സംവിധാനത്തോടും അത് എനിക്ക് പ്രതികൂലമായിട്ട് വരുന്നതാണെങ്കിലും അനുകൂലമായിട്ട് വരുന്നതാണെങ്കിലും ആ വിധികളോട് എനിക്ക് പൂർണ്ണ ബഹുമാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. ഏത് വിധിയും അതിനെ സർവാത്മന സ്വാഗതം ചെയ്യും. അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിനുശേഷം ജനങ്ങൾ തീരുമാനിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഇതുവരെയും ആക്ഷേപങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തേജോവധം ചെയ്യുക, രാഷ്ട്രീയമായി ഭാവി ഇല്ലാതാക്കുക, സത്യസന്ധമായി ജനങ്ങളെ നോക്കിക്കാണുന്ന എന്നെ അവരിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നെനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓംബുഡ്സ്മാൻ തള്ളിയ കേസ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിനാണെന്നും സുഭിലാഷ് കുമാർ ആരോപിച്ചു. ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ അതിന്റെ ആ പരിപാടിയുടെ കാര്യഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരം ജനകീയ കോടതികളിലും ഇത്തരം കോടതികളിലും നിന്ന് ഒഴിവാക്കപ്പെടുന്ന കേസുകളും അല്ലെങ്കിൽ പരാമർശിക്കപ്പെടുന്ന വാദഗതികളും പാടെ തള്ളിക്കൊണ്ട് അദ്ദേഹം വീണ്ടും ഇതിന്റെ പുറകിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കൊല്ലം വിജിലൻസ് DSPക്ക് കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് DSP പെർഫോമൻസ് ഓഡിറ്റിലേക്ക് പരാതി കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ പെർഫോമൻസ് ഓഡിറ്റിൽ നിന്ന് ഞങ്ങളുടെ വാദം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം 20-ാം തീയതി ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ ഹിയറിംഗ് നടത്തുകയും
ഹിയറിംഗ് ഞങ്ങളെ ഒന്നും വിളിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഹിയറിംഗ് കേട്ടു, അതിനുശേഷം പോയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനെ അഴിമതി കേസിൽ പിടിക്കാൻ പോവുകയാണെന്നും ഒക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ വലിയ അളവിൽ പ്രചരിപ്പിക്കുക, നിരന്തരമായ പരാതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച, യഥാർത്ഥത്തിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കിടന്ന അജണ്ടയുണ്ടോ എന്ന് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കും. കാരണം ഈ കഴിഞ്ഞ 4.5 വർഷമായി യാതൊരു ആക്ഷേപങ്ങളും കേൾക്കാത്ത രീതിയിൽ ഈ പഞ്ചായത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഞാൻ. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. NCP ജില്ലാ പ്രവർത്തക കൺവെൻഷൻ പുനലൂരിൽ സംഘടിപ്പിക്കുന്നു. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 23 ഉച്ചയ്ക്ക് 2 മണിക്ക് പുനലൂർ YMCA ഹാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. NCPയുടെ സംസ്ഥാന നേതൃസ്ഥാനത്തുള്ള ഒരു പ്രവർത്തകൻ പുനലൂർകാരനായിരുന്നു. അദ്ദേഹം രാജിവെച്ച പശ്ചാത്തലത്തിൽ പുനലൂരിൽ പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതിനു കൂടിയാണ് പുനലൂരിൽ വെച്ച് പ്രവർത്തക കൺവെൻഷൻ വിളിച്ചു ചേർത്തതെന്ന് സംഘാടകർ അറിയിച്ചു. പുനലൂർ വെച്ച് തന്നെ ഈ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ വിളിക്കാൻ ഇടയായ സാഹചര്യം പുനലൂരുള്ള ഞങ്ങൾ NCPയിൽ കുറെ കാലമായി ഉണ്ടായിരുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ K. ധർമ്മരാജൻ പാർട്ടി വിട്ട് പോയതിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലൂരിൽ നിന്നും അതേ കൊല്ലം ജില്ലയിൽ നിന്ന് ഒരൊറ്റ പ്രവർത്തകർ പോലും NCP വിട്ട് പോയിട്ടില്ല എന്നുകൂടി പൊതുജനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും മനസ്സിലാക്കുന്നതിലൂടെയാണ് ഞങ്ങൾ ഈ കൊല്ലൂർ ഈ പ്രവർത്തക കൺവെൻഷൻ യോഗം സംഘടിപ്പിച്ചത്. തുടർന്ന് വൈകിട്ട് 5-ന് മാർക്കറ്റ് ജംഗ്ഷനിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കും. NCP പാർലമെന്ററി പാർട്ടി ലീഡറായ തോമസ് ചാണ്ടി MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉഴവൂർ വിജയൻ മുഖ്യ അതിഥിയായിരിക്കും. YMCA ആളുകൾ വെച്ച് PS രാജേന്ദ്രൻ ദേശീയ സമിതി അംഗമായിരുന്ന മരിച്ചുപോയ PS രാജേന്ദ്രൻ അവതരണം ചെയ്തിരിക്കുന്നത്. അവിടെ വെച്ച് ഞങ്ങളുടെ ജില്ലാ പ്രവർത്തക കൺവെൻഷനും അത് കഴിഞ്ഞ് 5:30 മാർക്കറ്റ് ജംഗ്ഷനിൽ വെച്ച് പൊതുസമ്മേളനം നടത്തി. അത് YMCA ആളുകൾ നടത്തുന്ന പ്രവർത്തക കൺവെൻഷൻ നമ്മുടെ പാർലമെന്ററി പാർട്ടിയിലിരുന്ന NCPയുടെ MLA തോമസ് ചാണ്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഉഴവൂർ വിജയൻ, NYCയുടെ സംസ്ഥാന പ്രസിഡന്റ് സിനിമാ കവികളായ ആനന്ദ്, പിന്നെ സംസ്ഥാന നേതാക്കൾ, ജില്ലാ നേതാക്കളെല്ലാം പങ്കെടുത്തു. അതുപോലെ തന്നെ പൊതുസമ്മേളനത്തിൽ അത് ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന പ്രസിഡന്റ് NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയനാണ്. അവിടെ ഈ പറയുന്ന നേതാക്കളെല്ലാം സംസ്ഥാന ജില്ലാ നേതാക്കളെല്ലാം സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KK ശശീന്ദ്രൻപിള്ള, സെക്രട്ടറി പെരുമ്പുഴ സുനിൽകുമാർ, പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഏരൂർ ഷാഹുൽ ഹമീദ്, TE ചെറിയാൻ, പുനലൂർ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചില പ്രാദേശിക ട്രേഡ് യൂണിയൻകാരുടെ സഹായത്തോടെ ചാലിയക്കര ഭൂസമരത്തെ തകർക്കാൻ AVT മാനേജ്മെന്റ് ശ്രമിക്കുന്നതായി വാർഡ് മെമ്പർ K. സുരേന്ദ്രൻ ആരോപിച്ചു. സമരക്കാർക്കിടയിലും തോട്ടം തൊഴിലാളികൾക്കിടയിലും ആശയക്കുഴപ്പമുണ്ടാക്കി സമരം തകർക്കാമെന്ന ശ്രമം നടക്കില്ലെന്നും K. സുരേന്ദ്രൻ അറിയിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഭൂരഹിതരായ മുഴുവൻ പേർക്കും 10 സെന്റ് വീതം നൽകുന്നതിനുള്ള ഭൂമി തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കര വാർഡിൽ KIPയുടെ കനാൽ ഉപയോഗം കഴിഞ്ഞുള്ള സ്ഥലമുണ്ട്. ഈ സ്ഥലം തോട്ടം തൊഴിലാളികളായ ഭൂരഹിതർ ഉൾപ്പെടെയുള്ളവർക്ക് നൽകണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി തുടങ്ങിയവർക്ക് നിവേദനം നൽകിയത്. എന്നാൽ ഈ സത്യം മറച്ചുവെച്ച് ചാലിയക്കര AVT മാനേജ്മെന്റ് ചില ട്രേഡ് യൂണിയൻ നേതാക്കളെ കൂട്ടുപിടിച്ച് തൊഴിലാളികൾക്ക് ഭൂമി നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് സമരം തകർക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഏത് ഭൂമിയാണ് AVT നൽകുന്നതെന്ന് വ്യക്തമാക്കണം. എന്നു മുതലാണ് തൊഴിലാളികളോട് സ്നേഹം കൂടിയതെന്ന് വ്യക്തമാക്കണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. സമരം തകർക്കുന്നതിനായി AVT മാനേജ്മെന്റ് എന്തൊക്കെ അടവ് നയം പ്രയോഗിച്ചാലും വിലപ്പോകില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. 1971 ഈ കരാറിന്റെ എഗ്രിമെന്റ് ചെയ്യുമ്പോൾ തന്നെ AVT ഇതിന് പണം മേടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. AVTക്ക് കരാർ പുറമ്പോക്കിന് ഒരു അവകാശവുമില്ല. ഇവിടെ മാനേജ്മെന്റ് പറഞ്ഞ് നിങ്ങൾക്ക് പതിച്ചു തരാമെന്നാണ്, ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾക്ക് പതിച്ചു തരാൻ വേണ്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും താല്പര്യവും മനസ്സുമുള്ളയാണെങ്കിൽ AVT സ്ഥലമുണ്ടെങ്കിൽ, സ്വന്തം പദഭൂമി ഉണ്ടെങ്കിൽ, അങ്ങനെ കരുണ കാണിക്കുന്നെങ്കിൽ 10 സെന്റ് വെച്ച് അവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുക. നമ്മൾ ആവശ്യപ്പെടുന്നത് തോട്ടം തൊഴിലാളികളായ നിരവധി വർഷങ്ങൾ കൊണ്ട് പട്ടിണി പാവങ്ങൾ അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തവർക്ക് വേണ്ടി അവർക്ക് ഇവിടെ ഭൂമി മാറ്റിയിട്ടിട്ടുണ്ട്. ഇവിടെ 100 ചില്ലുവാനും പേര് ഇവിടെ കൈയേറിയിട്ടുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് തെന്മല പഞ്ചായത്തിലെ മുഴുവൻ റോഡ് പുറമ്പോക്ക്, കനാൽ പുറമ്പോക്ക്, കമ്പനിയിൽ താമസിക്കുന്നവർക്ക് ഈ ഭൂമി കൊടുത്തിട്ടുണ്ട്. കളർ ഇറിഗേഷന്റെ സർവേ നമ്പർ അനുസരിച്ച് കല്ലിട്ടിട്ടുണ്ട്, നിരവധി കല്ല് മാറ്റിയിട്ടുണ്ട്. ആ കല്ലനുസരിച്ച് സർവേ ചെയ്ത് ഞങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാം. ഇവിടുത്തെ തോട്ടം തൊഴിലാളികളെ ഒഴിവാക്കുന്നില്ല. ഇവിടെ കമ്പനിയിൽ ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് പതിച്ചു തരാം. ഇന്നലെ വരെ ഇല്ലാത്ത സ്വപ്നം മാനേജ്മെന്റിൽ എങ്ങനെ വന്ന് ആ യാഥാർത്ഥ്യം പാവപ്പെട്ട തൊഴിലാളികളെ വഞ്ചിക്കുവാൻ. ഇവിടെ റോഡ് ചോദിച്ചാൽ, നടപ്പാത ചോദിച്ചാൽ കൊടുക്കാൻ കഴിവില്ലാത്ത മാനേജ്മെന്റാണ്
ഇവിടെ സാംസം മാനിയർ ഭരിച്ചിരുന്നു, കുഞ്ഞിരാം നായർ അദ്ദേഹം ഭരിച്ചിരുന്നു, ഉപേന്ദ്രൻകുട്ടി, നിരവധി മാനിയന്മാർ ഭരിച്ചിരുന്നു. പക്ഷേ പുതിയ നിയമവും പുതിയ നടപ്പിലൊന്നും കൊണ്ടുവരണ്ട. കനാൽ സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ട ഇറിഗേഷൻ ഇത് പൊന്നും വിലച്ചെടുത്ത് നിങ്ങൾ കാശ് മേടിച്ചതാണ്. അല്ല, ഇത് തോട്ടം തൊഴിലാളി എന്ന് ഞങ്ങൾ തോട്ടം തൊഴിലാളിക്ക് പതിച്ചു കൊടുക്കാൻ ചാലിക്കൽ ABT മാനിയർക്ക് പറയാനുള്ള യോഗ്യത പോരാ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ KSEB ഓഫീസ് പ്രവർത്തിക്കുന്നത് മാലിന്യ കൂമ്പാരത്തിന് നടുവിൽ. പഞ്ചായത്ത് ഓഫീസ് സമീപത്താണ് ഈ ദുസ്ഥിതി. കറണ്ട് ബിൽ അടയ്ക്കാനെത്തുന്നവർ മൂക്കുപൊത്തേണ്ട സ്ഥിതിയാണ്. കടക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. കെട്ടിടത്തിന്റെ 3 വശവും ചേർന്ന് ഓടകളുണ്ട്. ഇതിൽ മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധവും കൊതുകും പരക്കുകയാണ്. കിഴക്കും ഭാഗം ജംഗ്ഷനിലെ ചില ഹോട്ടലുകളുടെയും കമ്മ്യൂണിറ്റി ഹാളിലെ അടുക്കളുടെയും ഓടകളാണ് KSEB ഓഫീസിനോട് ചേർന്ന് പതിക്കുന്നത്. ഓഫീസിന്റെ പിന്നിലായുള്ള കിണർ മലിനമായി കിടക്കുകയാണ്. കിണറിന് ചുറ്റും മാലിന്യം നിറഞ്ഞ് മഴക്കാലത്ത് മലിനജലം കിണറ്റിലേക്ക് ഒഴുകാറുണ്ട്. ഇതുമൂലം രാത്രി ജോലിക്കെത്തുന്ന ജീവനക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഓടകൾക്ക് മൂടിയില്ലാത്തതും കൃത്യസമയത്ത് ക്ലീനിംഗ് ജോലികൾ നടത്താത്തതുമാണ് മാലിന്യങ്ങൾ നിറയാൻ കാരണം. കറണ്ട് ചാർജ് അടയ്ക്കാൻ എത്തുന്നവർ പോലും മൂക്കുപൊത്തി നിൽക്കേണ്ട അവസ്ഥയാണ് ഇവിടെ. ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. KM മാണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പത്തനാപുരത്ത് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ പ്രകടനം നടത്തി. ബാർക്കോഴ ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന് പ്രവർത്തകർ ആരോപിച്ചു. പത്തനാപുരം നെടുമ്പറമ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് ചെയർമാൻ KM മാണിയെ പ്രതിപക്ഷ പാർട്ടികൾ കള്ളപ്രചാരണത്തിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചാണ് പാർട്ടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട്, നിയോജകമണ്ഡലം പ്രസിഡന്റ് M അബ്ദുൾ റഹ്മാൻ, K അനിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചൂട് കടുത്തതോടെ മയിലുകൾ കൂട്ടത്തോടെ കാടിറങ്ങി കല്ലടയാറിന്റെ തീരത്തെത്തി. 10ഓളം മയിലുകളാണ് TB ജംഗ്ഷനിൽ തണുപ്പ് തേടി തമ്പടിച്ചിരിക്കുന്നത്. പുനലൂരിൽ 35 ഡിഗ്രിയിൽ പുറത്ത് ചൂട് കഠിനമായെന്ന് കണക്കുകൾ രേഖപ്പെടുത്തുമ്പോൾ ഉഷ്ണകാല പറവയായ മയിലുകൾക്ക് പോലും രക്ഷയില്ലെന്നായി. ചൂട് കഠിനമായതോടെ 10ഓളം മയിലുകളാണ് കുട്ടികളുമായി കല്ലടയാറിന്റെ തീരം തേടിയെത്തിയത്. കറവൂർ വൻമള ഭാഗങ്ങളിലെ മയിലുകളെ കണ്ടിരുന്നു. എന്നാൽ ഇവിടെയുള്ള വൃക്ഷങ്ങൾ വനംവകുപ്പ് മുറിച്ചു തുടങ്ങിയതോടെ ചൂട് അസഹ്യമായപ്പോൾ മയിലുകൾ കൂട്ടത്തോടെ കാടിറങ്ങിയതാകാം എന്നാണ് കണക്കുകൂട്ടപ്പെടുന്നത്. എന്തായാലും കൂട്ടത്തോടെ എത്തിയ മയിലുകൾ TB ജംഗ്ഷനിൽ ആറ്റുതീരത്തും വാഴത്തോട്ടിലുമായി തമ്പടിച്ചിരിക്കുകയാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ഗേൾസ് ഹൈസ്കൂളിന്റെ 41ാം വാർഷികം ആഘോഷിച്ചു. പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു ഉദ്ഘാടനം ചെയ്തു. ഇനി A+ വാങ്ങാൻ, എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ ഇരിപ്പുണ്ട്. നിങ്ങൾക്കൊന്നും ഇത് നേടിക്കൂടാത്ത സംഗതിയല്ല. ഈ ഹരിത നേടിയ ഈ നേട്ടം നിങ്ങൾക്കും നേടിക്കൂടാത്ത സംഗതിയല്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 4ാമത്തെ ചാൻസ്, ഏറ്റവും ലാസ്റ്റ് ചാൻസിലാണ് ആ കുട്ടിക്ക് ഈ 1ാം റാങ്ക് കിട്ടിയത് എന്നുള്ളതുകൊണ്ട്. അതിനു മുമ്പ് 3 ചാൻസ് അപ്പിയർ ചെയ്തു IAS പരീക്ഷയ്ക്ക്. ആ 3 പ്രാവശ്യവും താൻ ഉദ്ദേശിച്ച റാങ്ക് ഒന്നുമില്ല. അന്നേരം എല്ലാം ജയിച്ചു ആ കുട്ടി. പക്ഷേ 1ാമത്തെ റിസൾട്ട് വന്നപ്പോൾ, 1ാമത്തെ ചാൻസിലെ റിസൾട്ട് വന്നപ്പോൾ താൻ ഉദ്ദേശിച്ചതിനേക്കാൾ 200 താഴെ ഒറ്റമാണ്. പക്ഷെ IAS സിവിൽ സർവീസ് ജയിച്ചു. വേണമെങ്കിൽ നല്ല ഉദ്യോഗം കിട്ടും. IAS തന്നെ ഏതെങ്കിലും സ്റ്റേറ്റിൽ കിട്ടും. അത് വേണ്ട, എനിക്ക് കുറെ കൂടി ഉയർന്ന റാങ്ക് വേണം എന്ന് വിചാരിച്ച കുട്ടി അത് ക്യാൻസൽ ചെയ്തിട്ട് 2ാം പ്രാവശ്യം വീണ്ടും എഴുതി. 2ാം പ്രാവശ്യം വീണ്ടും എഴുതിയപ്പോഴോ കൂടുതൽ മിടുക്കന്മാരും മിടുക്കുകളുമല്ലേ ഓരോ വർഷവും പുതിയതായി കടന്നു വരുന്നത് ആ മേഖലയിൽ. അപ്പൊ ആദ്യം കിട്ടിയതിനേക്കാൾ കുറയില്ല. പക്ഷെ അതുകൊണ്ട് നിരാശപ്പെട്ടില്ല ആ കുട്ടി. എനിക്ക് നേടിയിട്ടേ ഞാൻ അടങ്ങും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, അത് പറയാനാണ് ഞാൻ, ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി പഠിച്ചു വീണ്ടും എഴുതി. 3ാമത്തെ അപ്പിയറൻസിലും താൻ ഉദ്ദേശിച്ച റാങ്ക് വന്നില്ല. ഇനി നിശ്ചിത വയസ്സിനുള്ളിൽ എഴുതാവുന്ന ലാസ്റ്റ് ചാൻസ്, 4ാമത്തെ ചാൻസ്, വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി എഴുതി ഫസ്റ്റ് റാങ്ക് നേടി.
മലയാളികൾക്കെല്ലാം അഭിമാനകരമായ നിലയിൽ വിജയം നേടിയ ആ ഹരിതയുടെ വിജയം ആത്മവിശ്വാസത്തിന്റെ വിജയമാണ്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങിൽ സേവാതിരത്ന പുരസ്കാര ജേതാവ് ബി ദേവരാജൻ നായർ മുഖ്യ അതിഥിയായി. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക കെ സുബൈദയ്ക്കുള്ള യാത്രയയപ്പും ചടങ്ങിൽ നൽകി. പൊതുപരീക്ഷകളിൽ വിജയികളായവർക്കുള്ള അവാർഡുകൾ നഗരസഭാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എ അനസ് വിതരണം ചെയ്തു. താലൂക്ക് സമാജം പ്രസിഡന്റ് എൻ പി ജോൺ, സെക്രട്ടറി അശോക് ബി വിക്രമൻ, PTA വൈസ് പ്രസിഡന്റ് കെ മധുമോഹൻ, മാതൃസമിതി പ്രസിഡന്റ് ശ്രീകല മോഹൻദാസ്, സ്റ്റാഫ് സെക്രട്ടറി പി കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു. TA ഷാജി സ്വാഗതവും N ഗീതാമണിയമ്മ കൃതജ്ഞതയും പറഞ്ഞു. കലാകായിക മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലൈവ് വാർത്ത, പുനലൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല, ജീവിതാവസാനം വരെ പോരാടുമെന്ന് KB ഗണേഷ് കുമാർ. പത്തനാപുരം പുതുവലിൽ റിട്ടയർഡ് KSEB ഉദ്യോഗസ്ഥനെ കിടപ്പുമുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചില പ്രാദേശിക ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ചാലിയക്കര ഭൂസമരം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി വാർഡ് മെമ്പർ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.